ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. ആരുടെ പുത്രനായിരുന്നു അബീമേലെക്ക്? ജെറുബ്ബാലിന്റെ. ബാൽബറയത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എത്ര നാണയം എടുത്താണ് അബീമേലെക്കിന് കൊടുത്തത്? 70 നാണയം. അബീമേലെക്കിന്റെ പിതൃഭവനം എവിടെയാണ്? ഓഫ്രയിൽ. ജെറുബ്ബാലിന്റെ ഇളയ പുത്രൻ ആര്? യോത്താം. എവിടെ വെച്ചാണ് അബീമേലെക്കിനെ രാജാവായി വാഴിച്ചത്? ഷെക്കീമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിനടുത്ത് വെച്ച്. യോത്താം എവിടെ കയറി നിന്നാണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്? ഗരീസീം മലയുടെ മുകളിൽ. ജെറുബ്ബാൽ ജീവൻ തൃണവൽക്കരിച്ച് ആരുടെ കയ്യിൽ നിന്നാണ് ഷെക്കീംകാരെ രക്ഷിച്ചത്? മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന്. അബീമേലെക്ക് ജെറുബ്ബാലിന്റെ എത്ര പുത്രന്മാരെയാണ് വധിച്ചത്? 70 പുത്രന്മാരെ. അബീമേലെക്കിൽ നിന്ന് തീയിറങ്ങി ഏതെല്ലാം ജനതകളെ വെടിപെട്ടെ എന്നാണ് യോത്താം പറയുന്നത്? ഷെക്കീമിലെയും ബാത്നിലെയും. യോത്താം അബീമേലെക്കിനെ ഭയന്ന് എവിടെ ചെന്നാണ് താമസിച്ചത്? ബോറിൽ. അബീമേലെക്ക് എത്ര വർഷം ഇസ്രായേലിനെ ഭരിച്ചു? 3 വർഷം. ആരുടെ പുത്രനായിരുന്നു ഖാൽ? എബാദിന്റെ. ആര് പറഞ്ഞത് കേട്ടാണ് നഗരാധിപനായ സെബൂളിന് കോപം ജ്വലിച്ചത്? ഖാൽ. പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കീഴടക്കിയ അബീമേലെക്ക് അവരെ കൊന്നതിനു ശേഷം എന്ത് ചെയ്തു? പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പുവിതറി. ഷെക്കീം ഗോപുര നിവാസികളെ കൊന്നതിനു ശേഷം അബീമേലെക്ക് എവിടെ ചെന്ന് പാളയം അടിച്ചാണ് അത് പിടിച്ചടക്കിയത്? തെബേസിൽ. ആരുടെ ശവമാണ് ഷെക്കീം നിവാസികളുടെ മേൽ പതിച്ചത്? യോത്താമിന്റെ. അവസാനമായി വൃക്ഷങ്ങളുടെ രാജാവാകാൻ വൃക്ഷങ്ങൾ സമീപിച്ചതാരെ? മുൾപടർപ്പിനെ. അബീമേലെക്കും സൈന്യവും ഷെക്കീമിനെതിരെ എത്ര ഗണങ്ങളായാണ് പതിയിരുന്നത്? 4 ഗണങ്ങളായി. ന്യായാധിപന്മാർ 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 57 വാക്യങ്ങൾ. ഷെക്കീം നിവാസികൾ എങ്ങനെയാണ് ഉത്സവം ആഘോഷിച്ചത്? അവർ വയലിൽ നിന്നും മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചു. ഇവിടെ നിന്നാണ് 70 വെള്ളി നാണയം എടുത്ത് അബീമേലെക്കിന് കൊടുത്തത്? ബാൽബറയത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന്. ഷെക്കീമിന്റെ പിതാവ് ആരാണ്? ഹമോർ. സെബൂൾ ആരുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത്? അറുമായിൽ അബീമേലെക്കിന്റെ അടുത്തേക്ക്. ഗാൽ സെബൂളിനോട് എവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ വരുന്നു എന്നാണ് പറഞ്ഞത്? ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തു നിന്ന്. ഷെക്കീം നിവാസികളുടെ നേതാവ് ആര്? അബീമേലെക്ക്. ഷെക്കീം ഗോപുര നിവാസികൾ ഒരുമിച്ച് കൂടിയ കോട്ട ഏത്? എൽ ബറേത്ത് ക്ഷേത്രത്തിന്റെ കോട്ട. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 1000-ഓളം വരുന്ന ഏത് ഗോപുര നിവാസികളെയാണ് അബീമേലെക്ക് കൊന്നത്? ഷെക്കീം ഗോപുര നിവാസികളെ. അബീമേലെക്ക് എങ്ങനെയാണ് മരിച്ചത്? ആയുധവാഹകനായ യുവാവ് വാളൂരി വെട്ടി അബീമേലെക്ക് മരിച്ചു. ജെറുബ്ബാലിന് എത്ര പുത്രന്മാർ? 70 പുത്രന്മാർ. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 18 വാക്യങ്ങൾ. അബീമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരാണ് നിയുക്തനായത്? തോല.
തോലയുടെ പിതാവ് ആരാണ്? പൂവ. പൂവയുടെ പിതാവ് ആരാണ്? ദോദോയ. ദോദോയ ഏത് ഗോത്രജ്ഞനാണ്? സാക്കർ ഗോത്രജ്ഞൻ. എവിടെയാണ് തോല താമസിച്ചത്? എഫ്രായിം മലനാട്ടിൽ. എത്ര വർഷം തോല ഇസ്രായേലിനെ ഭരിച്ചു? 23 വർഷം. തോലയ്ക്ക് ശേഷം ഇസ്രായേലിനെ ഭരിച്ചതാര്? ഗിലിയാദുകാരനായ ജായർ. എത്ര വർഷം ജായർ ഇസ്രായേലിനെ ന്യായപാലനം നടത്തി? 22 വർഷം. ജായറിന് എത്ര പുത്രന്മാരുണ്ട്? 30 പുത്രന്മാർ. ഇസ്രായേൽ വീണ്ടും കർത്താവിന് മുൻപിൽ തിന്മ ചെയ്തു. അവർ ഏതെല്ലാം ദേവന്മാരെയാണ് സേവിച്ചത്? ബാൽ ദേവന്മാരെയും അസ്തേറത്ത് ദേവതകളെയും, സിറിയ, സീദോൻ, മൊവാബ്, അമോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവതകളെയും. എത്ര വർഷമാണ് അമോരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേൽക്കാരെ അവർ പീഡിപ്പിച്ചത്? 18 വർഷം. ഇസ്രായേൽ ജനത്തെ ആരുടെ കരങ്ങളിലാണ് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത്? ഫിലിസ്തീർക്കും അമ്മോനിയർക്കും. അമ്മോനിയർക്കെതിരെ ഇസ്രായേൽ ജനം ഒന്നു ചേർന്ന് എവിടെയാണ് താവളം അടിച്ചത്? മിസ്പായിൽ.